ഹലോ നമസ്കാരം. മഴത്തോര് മുമ്പേടെ വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ രോഹിത്തും ഹരിയും ഫ്രണ്ട്സൊക്കെ കൂടി ചേർന്നിട്ട് ആ പെൺകുട്ടിയെ ശരണ്യെ ഗ്യാങ് റാമ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം രോഹിത്ത് വീട്ടിൽ തിരിച്ചെത്തുന്നുണ്ടല്ലോ. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ നമ്മുടെ അലീന മുറ്റടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ ഞങ്ങളുടെ സിറ്റൗട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രനോട് അലീന ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇന്ന് നടക്കാൻ പോയില്ലേ എന്ന് ചോദിക്കുമ്പം മഴയല്ലേ മോളെ, ചാറ്റൽ മഴയല്ലേ, അത് കാരണം ഞാൻ പോയില്ല എന്ന് പറയണം. അപ്പോൾ തലേ ദിവസം രാത്രി മുതൽ ഇങ്ങനെ ചാറ്റൽ മഴയുണ്ട്, അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം നടക്കാനൊന്നും ബാലചന്ദ്രൻ പോയില്ല. ആ സമയത്ത് അലീന പത്രം എടുത്ത് കൊടുക്കുന്നുണ്ട്. അച്ഛൻ ഇന്ന് നടക്കാൻ പോവാത്തത് കാരണമാണല്ലേ എഴുന്നേൽക്കാനൊക്കെ വൈകി എന്ന് ചോദിക്കുന്നുണ്ട്. വൈകിയതല്ല, ഞാനൊന്ന് മടി, എനിക്ക് നടക്കാനൊക്കെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചാറ്റൽ മഴ കാരണം ഞാനത് വേണ്ടാന്ന് വെച്ചു എന്ന് പറയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, നടക്കാൻ പോവാതിരിക്കാൻ ഓരോരോ കാരണം നോക്കി ഇരിക്കുകയാണല്ലേ അച്ഛൻ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചിരിക്കുന്നുണ്ട്. അങ്ങനെ അലീന മുറ്റമൊക്കെ അടിച്ചു വാരിയതിന് ശേഷം അകത്തേക്ക് ഇങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്താണ് ഗേറ്റിലൊരു ഹോൺ കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ഗേറ്റിലൊരു പോലീസ് ജീപ്പ് നിൽക്കുന്നത് കാണുകയാണ്. അത് കണ്ടിട്ട് അലീനയും ബാലചന്ദ്രനും ആകെ പകച്ചു പോകുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ പോയി ഗേറ്റ് തുറക്കുക എന്ന് പറയാണ്. ഒന്ന് സംശയിച്ച് നിന്നെങ്കിലും പിന്നീട് അലീന പോയി ഗേറ്റ് തുറക്കുന്നുണ്ട്. അങ്ങനെ ഗേറ്റ് തുറന്ന ഉടനെ തന്നെ ഗേറ്റ് തുറന്ന് അലീന അവിടെ നിന്ന് മാറി നിൽക്കാനൊരു സമയം കൊടുക്കുന്നില്ല. പോലീസ് ജീപ്പ് ഇരച്ച് കയറി നിൽക്കുകയാണ് വീടിനുള്ളിലേക്ക്. ആ മുറ്റത്തേക്ക് ഇങ്ങനെ കയറി വരിക കേട്ടോ. അത് കേട്ടിട്ട് അലീന ആകെ ഞെട്ടിപ്പോവാണ്. അവളുടെ കാലിലൂടെ കയറിപ്പോയിന് അത്രയും അടുത്തുകൂടെയായിട്ട് ആ ജീപ്പ് അങ്ങോട്ടേക്ക് കയറുകയാണ്. ജീപ്പിന് പിന്നാലെ ഒരു പോലീസ് വാനും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടുവളപ്പിലേക്ക് അതിങ്ങനെ കയറി വരികയാണ്. CIയും SIയും അടക്കം കുറേ പോലീസുകാരുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ജീപ്പിൽ നിന്ന് സിറ്റൗട്ടിലേക്ക് ചാടി കയറി വരുന്നുണ്ട്. അങ്ങനെ പോലീസുകാരൻ ബാലചന്ദ്രനോട് അറിയുന്ന ഒരാളാണ്. SI ബാലചന്ദ്രന് മുൻപേ പരിചയമുള്ള ആളാണ്. എന്നാൽ പോലും അയാളുടെ മുഖത്ത് ഒരു സൗഹൃദമോ അങ്ങനെയൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഭയങ്കര ദേഷ്യമാണ്. തൻ്റെ മകനില്ലേ ഇവിടെ എന്ന് അയാൾ ചോദിക്കുകയാണ്. ബാലചന്ദ്രൻ ഒരു അമ്പരപ്പോട് കൂടിയിട്ട് പറയുന്നുണ്ട്, ഉണ്ട് എന്ന് പറയട്ടോ. എന്നാൽ അവനെ വിളിച്ചേ എന്ന് പറയുന്നുണ്ട്. അവൻ്റെ പേരെന്താ? രോഹിത്ത്. എന്താ പ്രശ്നം? എന്ത് പറ്റി സാറേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നം പുറകെ പറയാം, ആദ്യം താൻ മോനെ വിളിക്കുക എന്ന് പറയണം. CI കയർത്ത് അങ്ങനെ ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. മോളെ കൃഷ്ണയെ ബാലചന്ദ്രൻ ഉറക്കെ വിളിക്കുന്നുണ്ട്. കൃഷ്ണ അകത്തുനിന്ന് വിളി കേൾക്കുകയാണ്. രോഹിത്തിനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേറൊരു കാറ് കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഡോറ് തുറന്ന് DYSP മധുസൂദനൻ എന്ന് പറഞ്ഞുള്ള ഒരു DYSP പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ SIയും CIയും മുറ്റത്തേക്ക് ഇറങ്ങി ചെന്ന് സല്യൂട്ട് അടിക്കുകയാണ്. അങ്ങനെ CIക്ക് സല്യൂട്ട് അടിക്കുന്നുണ്ട്, നമ്മളെ DYSPക്ക് സല്യൂട്ട് അടിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, 3 പേരെ കിട്ടി, ഒരുത്തൻ ഇവിടെയാണ്, എവിടെ അവന്മാർ എന്ന് ചോദിക്കുമ്പോൾ CI ഒരു അടയാളം കാണിക്കുകയാണ്. ഒരു കോൺസ്റ്റബിൾ വേഗം ചെന്ന് വാനിൻ്റെ പിൻവാതിൽ തുറക്കുകയാണ്. അടിവസ്ത്രം മാത്രം ധരിച്ച 3 ചെറുപ്പക്കാരെ പോലീസ് വാനിൽ നിന്നും പുറത്തേക്ക് തള്ളി ഇറക്കുകയാണ്. കൈകാലുകളൊക്കെ വിലങ്ങ് വെച്ചിട്ടുണ്ട്, കൈവിലങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ 3 യുവാക്കൾ. ആ കൂട്ടത്തിൽ ഹരിശങ്കറെ കൂടി കണ്ടപ്പോൾ ബാലചന്ദ്രൻ ആകെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. ആർക്കും നേരെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണുള്ളത്. മുഖമൊക്കെ നീര് വന്നിങ്ങനെ ആകെ കരിവാളിച്ചിട്ടുണ്ട്. പോലീസ് അവരെ ശരിക്കും കൈകാര്യം ചെയ്തു എന്ന് ബാലചന്ദ്രന് മനസ്സിലാവാണ്. കൃഷ്ണയുടെ പിന്നാലെ സിറ്റൗട്ടിലേക്ക് എത്തിയ രോഹിത് ഇടിമിന്നലേറ്റ പോലെ അവിടെ നിന്ന് പോവുക കേട്ടോ. മുറ്റത്ത് പോലീസ് വാഹനങ്ങൾ, ഒരുപാട് പോലീസുകാർ. അതുമാത്രമല്ല, പോലീസ് വിലങ്ങ് വെച്ച രീതിയിൽ ഹരിശങ്കറും സുഹൃത്തുക്കളും. തലച്ചോറിലൂടെ എന്തൊക്കെയോ ഒരു കിളികൾ പറന്നു പോകുന്ന ഒരു അവസ്ഥയിലാണ് രോഹിത് നിൽക്കുന്നത്. ഒരു നിമിഷം കൊണ്ട് അവൻ്റെ എല്ലാ എന്താ പറയുക നാഡികളും തളർന്നു പോകണം. അത്രയും ഒരു ഭയങ്കര ഇത് സംഭവിക്കുകയാണ്. പെട്ടെന്ന് രോഹിത്തിന് അപകടം മണക്കുകയാണ്. ഇതെന്തായാലും പെട്ടുപോയി എന്ന് മനസ്സിലാവാണ്. രോഹിത് പെട്ടെന്ന് അകത്തേക്ക് തിരിഞ്ഞോടുകയാണ്. SI ആണെങ്കിൽ അലറി പറയുന്നുണ്ട്, ഓടരുത്, ഓടിയാൽ നീ രക്ഷപ്പെടില്ല എന്ന് പറയാണ്. SIയും കുറേ കോൺസ്റ്റബിൾമാരും കൂടി വീട്ടിനകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ്റെ കൺമുന്നിൽ ഒരു ഭീകര നാടകം കണ്ട് ഇങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ ആകെ തരിച്ചിരിക്കുകയാണ്. ഭയന്ന് പോയ കൃഷ്ണ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്നത്, എന്താ അച്ഛ ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ
ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ ബാലചന്ദ്രന്. വീടിനുള്ളിൽ നിന്ന് ബഹളങ്ങൾ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ രോഹിത്തിനെ പിടിച്ചു വലിച്ച് കൊണ്ടുവരുന്നതാണ്. വീടിൻ്റെ പിന്നിലെ മതിൽ ചാടിക്കിടക്കാനാണ് ശ്രമിക്കുന്നത് രോഹിത്ത്. ആ സമയത്ത് പെട്ടത് അവനെ വലിച്ച് താഴെ ഇട്ടാണ്. അവനെ തൂക്കിയെടുത്തുകൊണ്ട് എല്ലാവരും കൂടെ മുറ്റത്തേക്ക് വരികയാണ്, സിറ്റൗട്ടിൽ അങ്ങോട്ടേക്ക് വരികയാണ്. പോലീസിനെ കണ്ടപ്പോൾ തന്നെ നിനക്ക് കാര്യം മനസ്സിലായി അല്ലേട്ടാ നായിൻ്റെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐ അവൻ്റെ മുഖത്തൊരൊറ്റ അടി കൊടുക്കുക കേട്ടോ. രോഹിത്ത് ആകെ വേച്ച് താഴെ വീഴുകയാണ്. തലങ്ങും വിലങ്ങും പോലീസിൻ്റെ കൈകൾ അവൻ്റെ മേലിൽ വീണുകൊണ്ടിരിക്കുകയാണ്. അവനാകെ പേടിച്ച് ഭയന്ന എന്താണെങ്കിലും പെട്ടു എന്ന് മനസ്സിലാവാണ്. അലീന ആ സമയത്തും ആ ഗേറ്റിനകര് ഇതെല്ലാം കൂടെ കണ്ടിട്ട് ആ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ ഏറ്റതുപോലെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ DYSP ആണെങ്കിൽ സിറ്റൗട്ടിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. താനാണല്ലേ അവൻ്റെ തന്ത എന്ന് ചോദിക്കുകയാണ്. അയാൾ ബാലചന്ദ്രനോട് ഒരു വളരെ അത്രയും മോശമായിട്ടാണ് സംസാരിക്കുന്നത്. എന്തിനാണോ ഇങ്ങനെ ഓരോന്നിനെ ജനിപ്പിച്ച് വളർത്തുന്നത്? സാർ, എൻ്റെ മകൻ എന്ത് തെറ്റാ ചെയ്തത്? എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ മകനെ തല്ലി ചതയ്ക്കുന്നതിന് മുമ്പ് അത് പറയേണ്ട ഒരു മര്യാദയില്ലേ എന്നിങ്ങനെ ബാലചന്ദ്രൻ ഇടറിയ ശബ്ദത്തിൽ ചോദിക്കുന്നുണ്ട്. താനൊന്നും അറിഞ്ഞില്ലല്ലേ? തൻ്റെ മകനും ആ നിൽക്കുന്ന 3 വീരപുരുഷന്മാരും കൂടി പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ബലമായി കാറിൽ കയറ്റി വേറൊരു ആൾതാമസമില്ലാത്ത വീട്ടിൽ കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തി എന്ന് പറയണം. ആ പെൺകുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലാണ്, ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ്. ബാക്കി വിവരങ്ങളൊക്കെ നാളെ പത്രത്തിലും TV-യിലൊക്കെ കാണാൻ നിനക്ക് എന്ന് പറയണം. മകൻ്റെ ഫോട്ടോയും വീഡിയോയും സഹിതം വരുന്നുണ്ട്, അപ്പോൾ അറിഞ്ഞാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് പറയാണ്. ഇയാളുടെ DYSPയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ബാലചന്ദ്രൻ. 4 എണ്ണത്തിനെയും പിടിച്ച് അകത്തിട് എന്ന് അയാൾ നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ DYSP അവിടെ നിന്ന് ഇറങ്ങുകയാണ്. രോഹിത്തിന് 2 അടി കൂടി കൊടുത്ത് കോൺസ്റ്റബിൾമാർ അവനെ വാനിനുള്ളിലേക്ക് തള്ളി കയറ്റുകയാണ്. പോലീസ് വാഹനങ്ങൾ മുറ്റത്ത് നിന്ന് റിവേഴ്സ് എടുത്ത് തിരിച്ചു പോവാട്ടോ. ബാലചന്ദ്രൻ ആകെ ഭയന്ന് ആകെ എന്തൊക്കെയോ പോലെ അയാളുടെ ശരീരമൊക്കെ വിയർത്ത് കുളിക്കുകയാണ്. കണ്ണുകളിലൊക്കെ ഇരുട്ട് കയറുന്നത് പോലെയുള്ളൊരവസ്ഥയാണ്. അലീന അപ്പോഴും മുറ്റത്ത് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ചേച്ചി എന്നുള്ള കൃഷ്ണയുടെ നിലവിളി കേട്ടാണ് അവളുടെ ബോധം ഇങ്ങനെ വരുന്നത്. എന്താ അവിടെ സംഭവിച്ചത് എന്നുള്ള അറിയാത്തൊരു മട്ടിലാണ് ആ സമയത്ത് അലീന കാണുന്നത്. കുഴഞ്ഞു വീഴാൻ പോകുന്ന ബാലചന്ദ്രനെ താങ്ങി നിർത്താൻ ശ്രമിക്കുന്ന കൃഷ്ണയാണ്. അലീനയും കൃഷ്ണയും കൂടിയിട്ട് ബാലനെ ഹോളിലെ സോഫയിൽ കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. അലീന ബാലചന്ദ്രൻ്റെ ഡ്രോയറിൽ നിന്ന് മരുന്നെടുത്ത് നാക്കിനടിയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട്. അലീന ഫോൺ എടുത്ത് ആംബുലൻസ് വിളിക്കുകയാണ്. കൃഷ്ണ അച്ഛനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അച്ഛ ഒന്ന് എഴുന്നേക്ക്, ഒന്ന് നോക്കി എന്നൊക്കെ. പക്ഷേ ഏതോ ഒരു ലോകത്ത് നിന്നെന്ന പോലെ ഇങ്ങനെ ഒക്കെ ഒരു എന്താ പറയുക, ഒരു അബോധാവസ്ഥയിലാണ് ബാലചന്ദ്രൻ കിടക്കുന്നത്. ബബിത ആ ഹോളിൻ്റെ നടുവിൽ അന്തം വിട്ട് നിൽക്കണം. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? രോഹിയേട്ടനെയൊക്കെ പോലീസ് കൊണ്ടുപോയി, അച്ഛനിങ്ങനെ വീണുപോയി എന്നൊക്കെ. അലീനെ വിളിച്ചപ്പോൾ ബാലചന്ദ്രൻ അല്പം മുഖം തിരിച്ച് അവളെ നോക്കുന്നുണ്ട്. അപ്പോൾ സംസാരിക്കേണ്ട, അനങ്ങാതെ കിടന്നാൽ മതി എന്ന് അലീന പറയാണ്. അലീന എതിർവശത്തുള്ള ഡോക്ടർ ശർമ്മ ഉണ്ടല്ലോ, ശർമ്മയുടെ വീട്ടിൽ പോയിട്ട് വിവരം പറയാണ്. പോലീസ് വന്ന കാര്യം കേട്ടപ്പോൾ ഡോക്ടർ അമ്പരന്ന് പോവുകയാണ്. ഡോക്ടർ ശർമ്മ വന്ന് പരിശോധിച്ചിട്ട് ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറയാണ്. ആംബുലൻസ് അപ്പോഴേക്ക് വരുന്നുണ്ട്. അങ്ങനെ ആംബുലൻസിൽ കയറ്റിയിട്ട് കൊണ്ടുപോവാണ്. കൂടെ പോവാൻ കൃഷ്ണയെ അലീന തടയുന്നുണ്ട്. നീ ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വിളിക്കാം എന്ന് പറയാണ്. ബബിതയും കൃഷ്ണയും ഇന്ന് സ്കൂളിൽ പോവണ്ട എന്ന് പറയുന്നുണ്ട് അലീന. അത് കേട്ടപ്പോൾ ബബിതയ്ക്ക് ദേഷ്യം വരികയാണ്. ഞാൻ സ്കൂളിൽ പോകണോ വേണ്ടോ എന്ന് നീയാണോ തീരുമാനിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, മോളെ പറയുന്നതനുസരിച്ച് സാഹചര്യങ്ങൾ മോശമാണ്, നമ്മൾ ഒന്നിച്ച് നിൽക്കണം എന്ന് പറയാണ്. അങ്ങനെ ബാലചന്ദ്രനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ്. കാർഡിയോളജി ICUയിൽ പ്രവേശിപ്പിക്കുന്നുണ്ട്. ഡോക്ടർ അലീനയോട് പറയുന്നുണ്ട് മൈനർ അറ്റാക്കിൻ്റെ ലക്ഷണം കാണുന്നുണ്ട്, 1-2 ദിവസം ICUയിൽ കിടക്കട്ടെ എന്ന് പറയാണ്. അലീന ICUയിൽ കയറിയിട്ട് ബാലചന്ദ്രനെ കാണുന്നുണ്ട്. അയാളുടെ കണ്ണുകളൊക്കെ ആകെ നിറഞ്ഞൊഴുകണം. മോളെ അവൻ എന്താ ചെയ്തത്, എനിക്കിനി അവനെ വേണ്ട എന്ന് പറഞ്ഞ് പൊട്ടി കരഞ്ഞു പോകണം. അച്ഛൻ വിഷമിക്കേണ്ട, ഞാനില്ലേ കൂടെ. അലീന അങ്ങനെ അയാളെ ആശ്വസിപ്പിക്കുകയാണ് ബാലചന്ദ്രനെ. താൻ ഒരു വേലക്കാരി മാത്രമാണെങ്കിലും ഈ സാഹചര്യത്തിൽ തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവളിങ്ങനെ ആലോചിക്കുകയാണ്. അതായത് ബാലചന്ദ്രൻ്റെ എന്താ പറയുക, ഒരു വേലക്കാരിയായിട്ടാണ് ആ വീട്ടിലേക്ക് വന്നത്. ഇപ്പോൾ എല്ലാവരും കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞെങ്കിലും പക്ഷേ അതൊന്നും എല്ലാവർക്കും അറിയത്തില്ലല്ലോ. അങ്ങനെ അച്ഛനൊന്നും ആലോചിക്കേണ്ട, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ അലീന ഇങ്ങനെ അയാൾക്ക് ആശ്വാസം പകർന്നു കൊടുക്കുന്നുണ്ട്. അലീന എന്നിട്ട് തിരികെ വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലെത്തിയിട്ട് ഗോവർദ്ധനെ വിളിക്കുകയാണ്. അങ്കിൾ, ഇന്ന് കടകളൊന്നും തുറക്കണ്ട, പോലീസ് വന്ന കാര്യമെല്ലാം അയാളോട്
നമ്മുടെ അലീന വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. കൊല്ലപ്പള്ളിയിൽ നിന്ന് കമലാമ്മ വിളിച്ചു അലീനയെ ശകാരിക്കുകയാണ്. അലീന ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും കോള് വന്നപ്പോൾ അലീന കൃഷ്ണയോട് ഫോൺ എടുക്കാൻ പറയാണ്. ഹരിയെയും രോഹിത്തിനെയും പോലീസ് പിടിച്ച വിവരം കൃഷ്ണ പറയാട്ടോ. അലീന മനുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. മനുവേട്ടൻ എത്രയും വേഗം വരണം, ഇവിടെ ആരുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി കേട്ടിട്ട് മനു ആകെ ഞെട്ടിപ്പോവാണ്. അവർ 4 പേരും കൂടിയിട്ട് ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയെന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഗോവർദ്ധൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ബാലചന്ദ്രനെ കാണുന്നുണ്ട്. രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കാൻ വഴിയുണ്ടോ എന്ന് നോക്കണമെന്ന് ബാലചന്ദ്രൻ ആവശ്യപ്പെടുകയാണ്. പക്ഷേ ജാമ്യം കിട്ടാൻ പ്രയാസമാണെന്ന് അഡ്വക്കേറ്റ് അറിയിച്ചു എന്ന് ഗോവർദ്ധൻ പറയുന്നുണ്ട്. അങ്ങനെ ടൗണിലൊക്കെ ആകെ വാർത്ത പരക്കട്ടോ. രോഷാകുലമായിട്ടുള്ള ജനക്കൂട്ടം ബാലചന്ദ്രൻ്റെ കടകൾക്ക് നേരെയൊക്കെ കല്ലെറിയുന്നുണ്ട്. വൈകുന്നേരം ഗോവർദ്ധനൻ വീട്ടിലെത്തുകയാണ്. അലീന രോഹിത്തിൻ്റെ മുറിയിൽ പരിശോധന നടത്തുന്നുണ്ട്. അവിടെ നിന്ന് ചില CD-കളും അശ്ലീല ചിത്രങ്ങളും അവൾക്ക് കിട്ടുന്നുണ്ട്. അലീന ആ സാധനങ്ങൾ ഒരു കവറിലാക്കി ഗോവർദ്ധനെ ഏൽപ്പിക്കുകയാണ്. ഇത് നശിപ്പിച്ച് കളയണമെങ്കിൽ പോലീസ് വന്നാൽ തെളിവാകും. രോഹിത്ത് മുമ്പും അലീനയോട് ചെയ്ത കാര്യങ്ങൾ അവൾ ഓർക്കുകയാണ്. പക്ഷേ അവനെ സംരക്ഷിക്കാൻ അവൾ തീരുമാനിക്കുകയാണ്. ബബിത അലീനയോട് തട്ടിക്കയറുന്നുണ്ട്. അവൾ ആരാണെന്ന് വെച്ച് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഗോവർദ്ധൻ ബബിതയെ അങ്ങനെ ആ സമയത്ത് ശകാരിക്കുകയാണ്. അഹങ്കരിക്കാതെ നിലത്ത് നിൽക്ക്. ബബിത മുറിയിൽ കയറി വാതിലടയ്ക്കുന്നു ദേഷ്യപ്പെട്ടുകൊണ്ട്. വീണ്ടും പോലീസ് വരുന്നുണ്ട് കേട്ടോ. ഇത്തവണ അലീനയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനാണ് അവർ വരുന്നത്. രോഹിത്തിൻ്റെ മുറി അവരൊന്നുകൂടി പരിശോധിക്കുകയാണ്. അലീന ഭയക്കാതെ പോലീസിനൊപ്പം പോകുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക്. ജീപ്പിൽ വെച്ച് SI അവളെ അപമാനിക്കുന്ന രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സ്റ്റേഷനിൽ എത്തിയപ്പോൾ പത്രക്കാരും മറ്റും അവളെ വളയാണ്. SI ആണെങ്കിൽ അലീനയെ ലോക്കപ്പിനടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. രോഹിത്തിനെയും ഹരിശങ്കറിനെയും അവിടെ അവശരായിട്ട് കാണുകയാണ്. താൻ അവരോട് പണ്ട് ക്ഷമിച്ചതാണല്ലോ എന്ന് അലീന ഇങ്ങനെ ചിന്തിക്കണം. നീ ഇവർക്കെതിരെ ഒരു പരാതി എഴുതി നൽകണം എന്ന് SI ആവശ്യപ്പെടുകയാണ്. മയക്കുമരുന്ന് നൽകി നിന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതി നൽകിയാൽ ഈ കേസ് ശക്തമാകും. പക്ഷെ അലീന വിസമ്മതിച്ചു. എനിക്ക് പരാതിയില്ല സാർ എന്ന് പറയാണ്. നീ എന്താ ഈ പറയുന്നത്, നിനക്ക് പരാതിയില്ലാന്നോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ നല്ല രീതിയിലല്ലേ സാർ പറയുന്നത്, എനിക്ക് പരാതിയില്ല, സാർ എന്നോട് പരാതി തരാനൊന്നും പറയത്തില്ല എന്ന് പറയുമ്പോൾ നീ എന്താടി, നീ എന്നെയാണോ പഠിപ്പിക്കാൻ വരുന്നത് എന്നൊക്കെ ചോദിച്ച് SI ദേഷ്യപ്പെടുന്നുണ്ട്. നീയും ഈ സംഘത്തിൽ പെട്ടതാണെന്ന് ഞാൻ എഴുതി ചേർക്കും എന്ന് പറയണം. പക്ഷെ അലീന കുലുങ്ങുന്നില്ല. അഭിമാനമാണ് എനിക്ക് വലുത്, സാറിന് ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്ന് പറയാണ്. CI വന്നിട്ട് അലീനയെ വിളിപ്പിക്കുന്നുണ്ട്. അവളും പ്രതികളെ സഹായിക്കുകയാണോ എന്ന് അയാൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അലീന തൻ്റെ നിലപാടിൽ ഉറച്ചു നൽകുകയാണ്. എനിക്ക് ഇതിൽ നിന്ന് നിങ്ങളോട് കൂടുതലായിട്ടൊന്നും പറയാനില്ല, എനിക്ക് പരാതിയില്ല എന്ന് പറയാണ്. രാത്രി സ്റ്റേഷനിൽ നിർത്തി അവളെ കൊണ്ട് പരാതി എഴുതിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. പക്ഷെ അത് അലീന അതിന് സമ്മതിക്കുന്നൊന്നുമില്ല. അതിനുശേഷം പിന്നീട് ഗോവർദ്ധൻ വീണ്ടും വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട് ഇങ്ങനെ പോലീസുകാർ വീണ്ടും വന്നതും അങ്ങനെ രോഹിത്തിൻ്റെ മുറി പരിശോധിച്ചതും അലീനയെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. ഗോവർദ്ധനൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. തനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് അയാൾക്ക് മനസ്സിലാവുകയാണ്. അലീന ചേച്ചിയെ പോലീസ് പിടിച്ചു കൊണ്ടുപോയ കാര്യം അച്ഛനെ അറിയിക്കേണ്ട അങ്കിളെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, അല്ലെങ്കിൽ തന്നെ ബാലേട്ടൻ വല്ലാത്ത മനോവിഷമത്തിലാണ്, പോരെങ്കിൽ ICUവിലും ഇതും കൂടി അറിഞ്ഞാൽ ആകെ പ്രശ്നമാകും എന്ന് പറയണം. അച്ഛനെ അറിയിച്ചില്ലെങ്കിൽ അതും പ്രശ്നമല്ലേ, അറിഞ്ഞാലോ ബാലേട്ടൻ പിന്നെ അടങ്ങിക്കിടക്കുമ്പോൾ അപ്പോൾ തന്നെ ഇറങ്ങിപ്പോരും എന്ന് പറയാണ്. എന്തെങ്കിലും ചെയ്യേണ്ട അങ്കിളെ എന്ന് ചോദിക്കുമ്പോൾ അലീനയെ പോലീസ് ഇവിടെ തന്നെ കൊണ്ടുവന്ന് വിടുമായിരിക്കും, അവൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധൻ അവിടെ നിന്ന് ബൈക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. കൃഷ്ണ ആകെ ആശങ്കയോടെ ചുറ്റുവരാന്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ബബിത റൂമിലുണ്ട്, മൊബൈൽ ഫോണിൽ ഇങ്ങനെ ആരോടോ സംസാരിക്കുന്നത് കേൾക്കാം. കൃഷ്ണ വാതിക്കലെത്തിയിട്ട് ബബിത ഫോൺ ചെവിയിൽ നിന്ന് മാറ്റിയിട്ട് കൈയെടുത്ത് ആംഗ്യത്തിൽ എന്താന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചേച്ചി ചെയ്യേണ്ടത്, അമ്മയും അച്ഛനും ആശുപത്രിയിലാണ്, രോഹിത്തേട്ടനും അലീന ചേച്ചിയും പോലീസ് സ്റ്റേഷനിൽ, എനിക്ക് വല്ലാതെ പേടിയാകുന്നു എന്ന് പറയുമ്പോൾ പേടിച്ചിട്ട് എന്താ കാര്യം, വരുന്ന പോലെ വരട്ടെ എന്ന് ബബിത പറഞ്ഞിട്ട് വീണ്ടും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണ അലീനയുടെ മുറിയിൽ ചെന്ന് എറണാകുളത്തുള്ള മാമച്ചൻ്റെ ഫോൺ നമ്പർ എടുത്ത് അവൾ അലീനയുടെ ബാഗൊക്കെ തപ്പിയിട്ട് അതിൽ നിന്നാണ് ഫോൺ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ അതിലേക്ക് വിളിക്കുന്നുണ്ട്. രേവതിക്കുട്ടീൻ്റെ നമ്പറിലാണ് വിളിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വിളിക്കുകയാണ്. ലാൻഡ് ഫോൺ ഇരിക്കുന്നിടത്ത് വന്ന് അവൾ രേവതിക്കുട്ടിയുടെ നമ്പർ ഡയൽ ചെയ്യുകയാണ്. ഒരു തവണ ബെല്ലടിച്ച് തീർന്നിട്ടും ആരും അറ്റൻഡ് ചെയ്യുന്നില്ല. അവൾ ഒന്നുകൂടി ശ്രമിക്കുകയാണ്. അപ്പോൾ മറുവശത്ത് ഫോൺ എടുക്കുന്നത് ഗ്രേസമ്മയാണ്. ആരാ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പാലായിൽ നിന്ന് കൃഷ്ണയാണ് എന്ന് കൃഷ്ണമോൾ പറയാണ്. അറിയാം മോളെ, എന്താ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അല്ല രേവതി ചേച്ചി ഇല്ലേ അവിടെ എന്ന് ചോദിക്കുകയാണ്. ഗ്രേസമ്മ രേവതിക്കുട്ടിയെ വിളിക്കുന്നുണ്ട്. കൃഷ്ണയാണോ, അല്ല അലീന ചേച്ചി എന്തേ എന്ന് ചോദിക്കുമ്പോൾ അലീന ചേച്ചി ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ
നിറഞ്ഞു പോവുകയാണ് വാക്കുകൾ കേട്ടോ. എന്താ പറ്റിയത്, എന്ത് പറ്റിയെന്ന് വീണ്ടും ചോദിക്കുകയാണ്. അപ്പം കൃഷ്ണ കരയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയതാ മോളെ, എന്തെങ്കിലും സംഭവിച്ചോ, ചേച്ചിക്ക് എന്ത് പറ്റി, എനിക്ക് പേടിയാവുന്നു, നീ എന്തെങ്കിലും കരയുന്നത്, എന്തെങ്കിലുമൊക്കെ ഒന്ന് തൊട്ടൊന്ന് പറ എന്ന് പറയുമ്പോൾ രാവിലെ തൊട്ട് നടന്ന സംഭവങ്ങളെല്ലാം കൃഷ്ണ രേവതിയോട് പറയുന്നുണ്ട്. എല്ലാം കൂടി കേട്ടിട്ട് ആകെ പരിഭ്രാന്തിയിലാണ് രേവതിയും. ക്ലബിലേക്ക് പോകാനായിട്ട് വേഷം മാറി വരികയാണ് മാമച്ചാൻ. അപ്പോഴേക്ക് മംഗളെ എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് രേവതിക്കുട്ടി കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. മാമച്ചൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, അലീന ചേച്ചി പോലീസ് പിടിച്ചു, എങ്ങനെയെങ്കിലും രക്ഷിക്കണേ അങ്കിളെ എന്ന് പറയണേ. രേവതിക്കുട്ടി മാമച്ചൻ്റെ മുന്നിൽ ഇങ്ങനെ ഏങ്ങലടിച്ച് കരയാട്ടോ. അപ്പോൾ മാമച്ചാൻ ആകെ സ്തംഭിച്ച് നിന്ന് പോവാണ്. പോലീസ് പിടിച്ചെന്നോ, എന്തിന്, നീ ഇങ്ങനെ നിലവിളിക്കാതെ കാര്യം പറ എന്ന് പറയുന്നുണ്ട്. പോലീസ് പിടിച്ചോണ്ട് പോയി അങ്കിളെ, അലീന ചേച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല, എനിക്കറിയാം, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്നൊക്കെ അയാളുടെ ഷർട്ടിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറയണം. മാമച്ചൻ്റെ ദേഷ്യം വരുന്നുണ്ട്, നീ കാര്യം പറ എന്ന് പറയണം. അപ്പോൾ കൃഷ്ണ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൾ അതേപടി മാമച്ചായനോട് പറയാണ്. അതൊക്കെ കേട്ടപ്പോൾ ഗ്രേസമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി കേട്ടപ്പോൾ മാമച്ചായനാകെ ഭയന്നിങ്ങനെ പോവാട്ടോ. മാമച്ചായൻ പറയുന്നുണ്ട്, ഇതൊരു ചീഞ്ഞ കേസാണല്ലോ, നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് ഇതിൽ ഇടപെടുന്നത് എങ്ങനെയാ, ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി 3-4 പേര് കൂടി പീഡിപ്പിച്ച കേസിലൊക്കെ തലയിടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു അപമാനമാ, മാനക്കേടാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്കിൾ അതിലൊന്നും ഇടപെടേണ്ട, അലീന ചേച്ചിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ആ വീട്ടിലെ ചെറുപ്പക്കാർ, ആ ചെറുക്കൻ വല്ല വൃത്തികേടും കാണിച്ചതിന് ചേച്ചി എന്തിനാ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നത്, അത് സംബന്ധിച്ച് എന്തെങ്കിലും ചോദിക്കാനോ തെളിവെടുപ്പോ മറ്റോ ആയിരിക്കും എന്ന് പറയണം. അങ്കിളെ, നമുക്ക് അവിടെ പോയി ഒന്ന് അന്വേഷിക്കാം, ചേച്ചിക്ക് ആരാ ഉള്ളത്, ബാലചന്ദ്രൻ സാറാണെങ്കിൽ ആശുപത്രിയിലാണ്, കൃഷ്ണയും ബബിതയും മാത്രമേ വീട്ടിലുള്ളൂ എന്നൊക്കെ പറയണം. അലീന ചേച്ചിയുടെ കാര്യം ചോദിക്കാനും പറയാനും ആരെങ്കിലും വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയണം. അങ്ങനെ ഭയങ്കര കരഞ്ഞ് നിലവിളിച്ച് പറയണം. അപ്പോൾ നമ്മൾ ആരെങ്കിലും ചെന്നാലല്ലേ ചേച്ചിക്കൊരു സഹായമാവുള്ളൂ എന്ന് രേവതിക്കുട്ടി ഇങ്ങനെ പറഞ്ഞ് കരയുന്നുണ്ട്. രാത്രിയായില്ലേ, ഇനി നാളെ രാവിലെ പോയാൽ പോരെ, നാളെ രാവിലെയോ, ഈ രാത്രി അങ്ങോട്ട് ചെന്നിട്ട് എന്ത് ചെയ്യാനെന്ന് മാമച്ചായൻ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി തകർന്നു പോവാണ്. രേവതി ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടക്കുകയാണ്. ഗ്രേസമ്മ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പോലീസുകാരുമായിട്ടൊക്കെ നല്ല പരിചയമുള്ളതല്ലേ, ക്ലബിൽ വലിയ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ലോഹ്യം പറയുന്നത് കേൾക്കാമല്ലോ. എൻ്റെ ഗ്രേസമ്മ, അവരൊക്കെ പെൻഷൻ പറ്റിയവരാ, അല്ലാത്തവർ കൊച്ചിയിലുള്ളവരാ, പാലായിലൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്കറിയില്ല. ആ പെണ്ണ് ചങ്ക് പൊട്ടിയാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്, അലീനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവൾക്ക് ബാക്കിയെല്ലാം. ഇനി ഇന്ന് രാത്രി മുഴുവൻ കരച്ചിലായിരിക്കും, നമുക്ക് ഉറങ്ങാൻ പറ്റുമോ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്ത ആരെങ്കിലും കോട്ടയത്തോ പാലയിലോ കാണില്ലേ, അവരാരെങ്കിലും ഒന്ന് വിളിച്ച് പറയും. ഞാൻ പറയാം, എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയണം. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, അല്ല മനുവിനെ വിളിച്ചറിയിച്ചോ എന്ന് ചോദിക്കുമ്പോൾ രവതിക്കുട്ടിയോട് മനുവിനെ അറിയിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അറിയില്ലെന്ന് അവൾ പറയാണ്. ഗ്രേസമ്മ കൃഷ്ണമോളെ ഫോൺ ചെയ്യുന്നുണ്ട്. കൃഷ്ണ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലേ മോളെ, മനുവിനെ വിളിച്ചോ? അയ്യോ ഇല്ല ആൻറ്റി, എൻ്റെ സമനില ആകെ തെറ്റിയ അവസ്ഥയിലാണ്, ഞാൻ ആകെപ്പാടെ വിളിച്ചത് രവതിക്കുട്ടിയാണ്, പിന്നെ ഗോവർദ്ധൻ അങ്കിളിനോട് പറഞ്ഞു, ആരോട് പറയണം എന്ത് ചെയ്യണം എന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയണം. 2 പേര് സ്റ്റേഷനിൽ, 2 പേര് ആശുപത്രിയിൽ, ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറയുമ്പോൾ മോൾ ടെൻഷൻ അടിക്കേണ്ട, മനുവിനെ വിളിച്ച് കാര്യം പറ എന്ന് പറയുന്നു. ശരി ആൻറ്റി, ഞാൻ ഇപ്പോൾ തന്നെ മനുവേട്ടനെ വിളിക്കാം എന്ന് പറഞ്ഞ് കൃഷ്ണ ഫോൺ വെക്കുന്നുണ്ട്. അതിനുശേഷം കൃഷ്ണ മനുവിനെ വിളിക്കുകയാണ്. മനു പറയുന്നുണ്ട്, മോളെ ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ല അലീനെ എന്തിനാ പോലീസ് കൊണ്ടുപോയത് എന്ന് ചോദിക്കുകയാണ്. അറിയില്ല, ലേഡി പോലീസൊക്കെ ആയിട്ടാണ് വന്നത്, രോഹിതേട്ടൻ്റെ മുറിയൊക്കെ ചെക്ക് ചെയ്തു, ജോലിക്കാരില്ലേ എന്ന് ചോദിച്ച് ചേച്ചിയെ പിടിച്ചുകൊണ്ട് പോയി, കൊണ്ടുപോകുന്നത് അത്ര പന്തിയല്ലായിരുന്നു മനുവേട്ട, എനിക്ക് പേടിയാവുന്നു, ഞാൻ ആദ്യം വിളിച്ചത് രവതിക്കുട്ടിയെയാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, ഗ്രേസമ്മേൻ്റെയാണ് മനുവേട്ടനോട് പറയാൻ പറഞ്ഞത്, അത് ശരിയാണ്, ഞാൻ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, മോള് പേടിക്കേണ്ട, ബബിത ഇല്ലേ അവിടെ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയണം. കഥക് തുറക്കണ്ട, പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് കോള് വന്നാൽ എടുക്കണ്ട, ഞാൻ നേരെ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്, ഞാനൊന്ന് മാമച്ചാനെ വിളിച്ച് നോക്കട്ടെ, അയാൾക്ക് പോലീസുകാരെ ആയിട്ട് ചെറിയ പിടിപാടുള്ളതല്ലേ ഈ കേസിൽ, നമുക്ക് മറ്റാരെയും വിളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണം. അങ്ങനെ മനു മാമച്ചായനെ വിളിക്കുന്നുണ്ട്. മാമച്ചായൻ ചോദിക്കണം, എന്താ മനു, എന്താ കാര്യങ്ങൾ, 4 പേർ ചേർന്ന് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങളെ, എനിക്കൊന്നും അറിയില്ല, ഞാൻ എറണാകുളത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു കേസിൽ നമുക്ക് പരിചിതമായ പോലീസുകാരെ ആരെങ്കിലും വിളിക്കാൻ പറ്റില്ല, അങ്കിളിൻ്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ അലീനെ ഇറക്കാനായിട്ട് എന്ന് ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവളെ പിടിച്ചതെന്ന് അറിയണമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ തെളിവെടുപ്പിനായിരിക്കും എന്ന് പറയുമ്പോൾ, അറിയണം അങ്കിളെ, സമയം 7 മണി കഴിഞ്ഞു, ഈ സമയത്ത് ഒരു പെൺകുട്ടിയെ സ്റ്റേഷനിൽ വെക്കാമോ, അവൾ എങ്ങനെ തിരികെ വരും, ഞാൻ സ്റ്റേഷനിലോട്ട് പോവുകയാണ്, അങ്കിൾ എന്നെ ഒരു ഹെൽപ്പ് ചെയ്യുമോ, ഞാൻ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടും മനുവിനെ അറിയിക്കാമെന്ന്
മാമച്ചായൻ പറയുന്നുണ്ട്. അങ്ങനെ മാമച്ചായൻ ഫോൺ വെക്കുകയാണ്. ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് എന്താ മനു പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു പോലീസുകാരെ ആക്കി കൊടുക്കുമോ എന്നാണ് ചോദിച്ചത് എന്ന് പറയണത്. അങ്ങനെ മനു നേരെ സ്റ്റേഷനിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം പോകുന്നില്ല, മനു നോക്കിക്കോളും. പക്ഷേ ഒരു പോലീസുകാരനെ വേണം. കുരുവിളങ്ങാട്ടുള്ള നിൻ്റെ അമ്മാവൻ്റെ മകൻ ജോബിച്ചൻ പാലായിലെ ഒരു പോലീസുകാരൻ്റെ മോളെയല്ലേ കെട്ടിയേക്കുന്നത്. അത് ശരിയാണല്ലോ, കുര്യാച്ചൻ്റെ മകൻ ജോബിച്ചൻ. പക്ഷേ അതിനൊരു കുഴപ്പമുണ്ടല്ലോ, അവൻ പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്നാണ് കല്യാണം കഴിച്ചത്. അതും പോലീസുകാരൻ്റെ മകളെ. ജാതിയും മതവും വേറെയായിരുന്നു. അവർക്ക് ഭയങ്കര എതിർപ്പായിരുന്നു. അതിപ്പോൾ 2 കൊല്ലം കഴിഞ്ഞില്ലേ, കേസ് രാജിയായി കാണും. എന്നാലും അച്ഛൻ പാലായിലെ DYSP അല്ലേ എന്ന് ചോദിക്കണം. ഗ്രേസമ്മ കുര്യാച്ചനെ വിളിക്കുന്നുണ്ട്. അച്ഛാ, ഈ പാലാവട്ടത്ത് ഇന്ന് ഗ്രേസമ്മയാ എന്ന് പറയാട്ടോ. അപ്പോൾ ഇങ്ങനെ ജോബിച്ചൻ കല്യാണം കഴിച്ചത് ഒരു DYSPയുടെ മോളെയല്ലേ. ഇപ്പോൾ അവർ തമ്മിലുള്ള വഴക്കൊക്കെ തീർന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ കൊല്ലം തന്നെ തീർന്നു. അവർക്കൊരു കൊച്ചും ഉണ്ടായി. ജോബിച്ചൻ 3 കല്യാണം കഴിക്കേണ്ടി വന്നു എന്ന് മാത്രം. ഒന്ന് രജിസ്റ്റർ കല്യാണം, രണ്ടാമത്തേത് പെണ്ണിൻ്റെ വീട്ടുകാരുടെ ഇഷ്ടത്തിന് അമ്പലത്തിൽ വെച്ച്, മൂന്നാമത്തേത് ഞങ്ങളുടെ ഇഷ്ടത്തിന് പള്ളിയിൽ വെച്ച് എന്ന് പറയണം. അങ്ങനെ പെണ്ണിൻ്റെ അച്ഛൻ ഇപ്പോഴും പാലാ DYSP തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, മധുസൂദനൻ എന്ന് പേര് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജോബിച്ചൻ അതിരമ്പുഴയിലാണ്. അവൾക്ക് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ജോലി കിട്ടി. ഗ്രേസമ്മ ജോബിച്ചാൻ്റെ നമ്പർ വാങ്ങുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് വിളിക്കുകയാണ്. ഒരു പോലീസ് കേസിന് വേണ്ടിയാണെങ്കിൽ ജോബിച്ചൻ വഴി പറയുന്നത് സംശയമാണ്. മരുമകനും അമ്മായിപ്പനും തമ്മിൽ അത്ര രസത്തിലല്ല എന്ന് പറയാം കേട്ടോ. അങ്ങനെ മാമച്ചായൻ ജോബിച്ചനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അയ്യോ, ശുപാർശയാണെങ്കിൽ എന്നോട് പറയല്ലേ, ഞാൻ അത്ര രസത്തിലൊന്നുമില്ല അമ്മായിപ്പനുമായിട്ട് എന്ന് പറയാണ്. അങ്ങനെ പറയരുത് മോനെ, അത്യാവശ്യ കാര്യമായതുകൊണ്ടാണ് എന്ന് ഗ്രേസമ്മ പറയുമ്പോൾ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതിൽ തലയിടാത്തതല്ലേ നല്ലത്. ഇത് വല്ലാതെ കുഴപ്പം പിടിച്ച കേസാണ്. അതല്ല ജോബിച്ച, അലീനയെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി, അത് എന്തിനാണെന്ന് അറിയണം എന്ന് പറയുമ്പോൾ റേപ്പ് കേസിൽപ്പെട്ട പയ്യന്മാരുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ കാണും. അലീനയുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പിച്ച് പറയാം, അവൾക്ക് മോശമായ ബന്ധങ്ങളൊന്നുമില്ല. അത്രയ്ക്ക് നല്ല കുട്ടിയാണ് എന്ന് പറയണേ. ആൻറ്റി, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല പലരും. നീ അവളെ രക്ഷിക്കണം. അത്രയ്ക്ക് നന്മയുള്ള കുട്ടിയാണ്. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് അവളെ മോചിപ്പിക്കണമെന്നാണോ ആവശ്യം? അതേ എന്ന് പറയുമ്പോൾ ശരി, ഞാൻ നോക്കാം. പക്ഷേ ഇവളുടെ അച്ഛൻ കേരള പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണെന്ന വിചാരം. DYSP എന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. എന്നോടൊക്കെ പുച്ഛമാണ്. മോളെ ഒരു IPSകാരനെ കൊണ്ട് കെട്ടിക്കണമെന്നായിരുന്നു അങ്ങേരുടെ ആഗ്രഹം. ജോബിച്ചൻ്റെ ഭാര്യ ഇടപെടുന്നുണ്ട്. ജോബിച്ചൻ്റെ കോംപ്ലക്സ് ആണിത്. എൻ്റെ അച്ഛൻ അത്ര മോശക്കാരനൊന്നുമല്ല. അടുത്ത പ്രമോഷന് SP ആകേണ്ട ആളാണ് എന്നൊക്കെ പറയാണ്. ഞങ്ങളുടെ കാര്യം ചെയ്ത് തരുമോ ജോബിച്ച എന്ന് വീണ്ടും ഗ്രേസമ്മ ചോദിക്കുക കേട്ടോ. എന്തൊക്കെയാണെങ്കിലും അവൾ അവിടുത്തെ വേലക്കാരിയല്ലേ, നമ്മൾ ഇടപെടുന്നത് മോശമല്ലേ? അച്ഛൻ ചോദിച്ചാൽ എന്ത് പറയും എന്ന് പറയുമ്പോൾ എൻ്റെ പെങ്ങളുടെ മോളാണെന്ന് പറഞ്ഞോ, ഞങ്ങൾ അങ്ങനെയാണ് അവളെ കരുതുന്നത് എന്ന് ഇങ്ങനെ പറയാണ് മാമച്ചൻ. ജോബിച്ചൻ സമ്മതിക്കാണ്. ശരി, ഞങ്ങൾ നേരിട്ട് പോയി സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മനു വരും. മനു ആ വീട്ടിലെ പയ്യൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ആ വീട്ടിലെ പയ്യനെയല്ലേ പോലീസ് പിടിച്ചത്? അതല്ല, മനു അവിടെ വരും, അവനെ സ്വീകരിച്ചാൽ മതി, അവൻ കാര്യങ്ങളൊക്കെ പറയും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനു ജോബിച്ചൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. മനുവും ജോബിച്ചനും കൂടി DYSPയെ കാണാൻ പുറപ്പെടുകയാണ്. കാറിൽ വെച്ച് മനു എല്ലാ കാര്യങ്ങളും ജോബിച്ചനോട് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. മനുവിൻ്റെ പെരുമാറ്റം ജോബിച്ചന് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗോപാലകൃഷ്ണ പണിക്കർ എന്ന CI മദ്യപിച്ചാണ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അയാൾ സ്റ്റേഷനിലെത്തി അലീനയെ കാണുന്നുണ്ട്. അവളെ മുകളിലെ മുറിയിലേക്ക് കൊണ്ടുപോകാൻ ലേഡി കോൺസ്റ്റബിളിനോട് ആവശ്യപ്പെടുകയാണ്. അലീനയെ അയാൾ ലാത്തി ഉപയോഗിച്ച് ശാരീരികമായി ഹരാസ് ചെയ്യുന്നുണ്ട്. നീയും രോഹിതും തമ്മിൽ എന്താ ബന്ധം? നീ എന്തിനാണ് അവനെ രക്ഷിക്കാൻ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അയാൾ ലാത്തി ഉപയോഗിച്ച് അവളുടെ അങ്ങനെ കഴുത്തിലൊക്കെ ഇങ്ങനെ വെച്ച് അപമാനിക്കുകയാണ്. രോഹിത്തിനെതിരെ പരാതി നൽകാൻ അവളെ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ അലീന അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ DYSP മധുസൂദനൻ സ്റ്റേഷനിലേക്ക് കയറി വരുന്നുണ്ട്. എന്നിട്ട് അയാളോട് ദേഷ്യപ്പെടുകയാണ്. താൻ എന്തിനാണോ പാതിരാ നേരത്തെ ഈ വേഷത്തിൽ ആ പെൺകുട്ടിയെ എന്തിനാണ് രാത്രി സ്റ്റേഷനിൽ വെച്ചിരിക്കുന്നത്? പരാതി വരുത്താൻ വേണ്ടിയ സാർ. രോഹിത് അവളെ ഉപദ്രവിച്ചു എന്ന് രോഹിത് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ആ DYSP അലീനയോട് ചോദിക്കാൻ അലീന പറയുന്നുണ്ട്, രോഹിത് ഉപദ്രവിക്കാൻ ശ്രമിച്ചത് സത്യമാണ്, പക്ഷേ അത് പഴയ കാര്യമാണ്. അവൻ ഇപ്പോൾ എൻ്റെ സ്വന്തം അനിയനാണ്. അവൻ ചെയ്തത് തെറ്റാണെന്ന് അവന് മനസ്സിലായി. പരാതി നൽകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാണ്. 8 മണിക്കൂറായി ഞാൻ ഇവിടെ നിൽക്കുകയാണ്, വെള്ളം പോലും കുടിക്കാതെ എന്നൊക്കെ പറയുമ്പോൾ DYSP അയാളോട് ദേഷ്യപ്പെടുകയാണ്. പരാതിയില്ലാത്തവരെ ഭീഷണിപ്പെടുത്തി പരാതി എഴുതി വാങ്ങുകയാണോ പോലീസിൻ്റെ ജോലി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലീന DYSPയോട് പരാതിപ്പെടുകയാണ്. സാർ, ഈ കയ്യിലിരിക്കുന്ന ലാത്തി പെൺകുട്ടികളുടെ ശരീരത്തിൽ കുത്തി രസിക്കാനുള്ളതാണോ എന്ന് ചോദിക്കുകയാണ്.
പണിക്കറാണെങ്കിൽ ആകെ നാണം കെട്ട് തല താഴ്ത്തുന്നുണ്ട്. മനു അവിടെ വരുന്നത് അലീനെ കാണുകയാണ്. അലീനയെ മനുവിനോടൊപ്പം വിട്ടയക്കാൻ DYSP ഉത്തരവിടുന്നുണ്ട്. അങ്ങനെ അലീന മനുവിൻ്റെ കയ്യിൽ പിടിച്ചു ഇങ്ങനെ കെട്ടിപ്പിടിക്കുക കേട്ടോ. നീ പേടിച്ചു പോയോ എന്ന് പറയുമ്പോൾ പേടിച്ചില്ല, പക്ഷേ പോലീസുകാരുടെ പെരുമാറ്റം കണ്ടപ്പോൾ സങ്കടം തോന്നി. അങ്ങനെ ഗ്രേസമ്മയും മാമച്ചായൻ്റെയൊക്കെ സഹായത്തെക്കുറിച്ചൊക്കെ മനു പറയുന്നുണ്ട്. അങ്ങനെ അവർ കാറിൽ കയറിയിട്ട് വീട്ടിലേക്ക് പോവാണ്. മനു അലീനയ്ക്ക് കുടിക്കാൻ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അവൾ പൊട്ടി കരഞ്ഞു പോവാണ്. ഒരു തെറ്റും ചെയ്യാതെ എന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് അയാൾ ചെയ്ത കാര്യങ്ങൾ എന്നൊക്കെ പറയട്ടോ. സാരമില്ലടോ, അവനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലും കിട്ടും. നീ ഫോൺ എടുത്ത് രേവതിയെയും മാമച്ചേനെയും വിളിക്കുക എന്ന് പറയാണ്. അങ്ങനെ അലീന മാമച്ചാനെ വിളിച്ചിട്ട് അങ്ങളെ ഞാൻ അലീനയാണ് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടു എന്നുള്ള കാര്യം പറയാണ്. രേവതിക്കുട്ടിയാണെങ്കിൽ സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. പിന്നെ ഗ്രേസമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയാണ്. അങ്ങനെ പിന്നീട് അലീനയും കൂട്ടിയിട്ട് മനു പോകുമ്പോൾ വഴിയിൽ വെച്ച് അവൾക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ച് നേരെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് തന്നെ എത്തുകയാണ്. വാതിൽ തുറന്ന് കൃഷ്ണ അലീനയെ കണ്ടിട്ട് കെട്ടിപ്പിടിച്ച് അതിനെ പൊട്ടി കരയാട്ടോ. അങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നീട് രോഹിത്തിനെയും ഹരിയൊക്കെ കോടതിയിൽ ഹാജരാക്കുമെന്ന് അലീന പറയാണ്. അവർ ചെയ്ത കുറ്റങ്ങൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. മനു കുട്ടികളെ ഉപദേശിക്കുന്നുണ്ട്. നിങ്ങൾ 3 പേരും ഇപ്പോൾ ഒത്തൊരുമയോടെ നിൽക്കണം. അച്ഛനും അമ്മയൊക്കെ ആശുപത്രിയിലാണ്, ആങ്ങളെ ജയിലിലുമാണ്, ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടാകും, വീട്ടിന് പുറത്തിറങ്ങരുത് എന്നൊക്കെ പറയാണ്. അലീന പറയുന്നത് അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞ് മനു ആശുപത്രിയിലേക്ക് പോവുകയാണ്. അലീനയും കൃഷ്ണയും രേവതിക്കുട്ടിയും വീഡിയോ കോളിൽ സംസാരിക്കുന്നുണ്ട്. അവർക്ക് വലിയൊരു ആശ്വാസം തോന്നുകയാണ്.